എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ഇത് പെരുന്നാളിൻ്റെ പിറ്റേന്നെടുത്ത ഒരു വീഡിയോ. ഉച്ചക്ക് 1 മണിക്കാണ് നമ്മൾ പോകുന്നത്. 1 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ കറക്റ്റ് 1 മണിക്ക് മേലെ റോഡുമ്മ പോയി നിന്നിട്ട് വണ്ടി 1 മണിക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കുറേ ആൾക്കാർ ഇനിയും വരുവാനുണ്ട്. നമ്മളങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്ത് എല്ലാവരും എന്ന് വെച്ചാൽ ഇനിയും കുറച്ച് ആൾക്കാർ ഇവിടുന്ന് കയറുവാനുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണം. വടകര വരെ ആളെ എടുക്കുവാനുണ്ട്. വടകര ആകുമ്പോഴത്തേക്ക് ഫില്ലാവും. അപ്പം നമ്മൾ വണ്ടിയെടുത്ത് 2 മണിയായിക്ക് 1 മണിയെന്ന് പറഞ്ഞിട്ട് കൂടി 2 മണിയായിക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം നമ്മളുള്ളത് പാറക്കടവ. ഇവിടെയും 1-2 ആൾക്കാരുണ്ട് എടുക്കുവാൻ. ഇതാണ് പാറക്കടവ് വലിയ പള്ളി. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. എൻ്റെ അടുത്ത് അധികം ആളും ചോദിക്കും, ഇനി എവിടെയാ? ഞാൻ നാദാപുരത്തെ ഒരു വലിയ പള്ളിയുണ്ടല്ലോ, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? ഇനി അവിടെ പോക്കുണ്ടോ, കാണലുണ്ടോ? നമ്മളെപ്പോഴും വിചാരിക്കും ഒന്ന് കാണണമെന്ന്, അവിടുത്തെ പാട്ടെല്ലാം ഇങ്ങനെ കേൾക്കുന്നതല്ലേ, അങ്ങനെയെല്ലാം പറയും. അങ്ങനെ നമ്മൾ വടകര കഴിഞ്ഞു. വടകരയും ഒരാളുണ്ടേനും അറിയാൻ കൂട്ടി പിന്നെ അങ്ങ് സ്പീഡിലങ്ങ് വിട്ടു. നമ്മളെ സ്ഥലത്തെത്തി. ഞാനിവിടുന്ന് അങ്ങനെ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇത് 2 വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഒന്നിന് തന്നെ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട്, എൻ്റെ ഓരോ വീഡിയോനും നല്ല വ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ച് എന്തിനാ ഇത് 2 ആക്കുന്നത്, ഒന്ന് തന്നെ പറഞ്ഞങ്ങ് തീർക്കാം. കാരണം മില്യൺ കണക്കിന് വ്യൂസും ലൈക്കും കമൻറ്റും എല്ലാം കിട്ടുന്നത് കൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ അങ്ങ് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളോട് വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കാനാണ് പറഞ്ഞത്. ലൊക്കേഷൻ തന്നത് തെറ്റിപ്പോയത് കൊണ്ട് നമ്മൾ വഴിമാറി വന്ന്. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കായൽ പ്രദേശത്താണ് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരാണ് അകലപ്പുഴ. കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്ന ഇതിന് പറയുന്നത്. നമ്മളെ അടുത്ത് കുറച്ച് സ്നാക്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം 1 മണിക്ക് ചോറ് തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞിക്ക് ചോറ് തിന്നിട്ട് വരണം, വൈകുന്നേരത്തെ ചായക്ക് കടി എടുത്താൽ മതി എന്നല്ല. പക്ഷെ ആരും ചോറ് തിന്നിക്കുണ്ടാവില്ല. 12 മണിക്ക് തന്നെ ഒരിക്കൽ തുടങ്ങുമല്ലോ 1 മണിക്കടി അങ്ങ് പോകണമെങ്കിൽ. ഞാൻ പ്രത്യേകിച്ച് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് സ്ലോ മോഷൻ ആയിപ്പോയി. പെട്ടെന്ന് ഇറങ്ങാൻ പറ്റൂലേ, അവർ വിളിക്കേണ്ടി വരുമോ, അങ്ങനെയെല്ലാം ഭയങ്കര ഒരു തോന്നല, ടെൻഷനായിട്ട്. നമ്മൾ ബോട്ട് സവാരിക്കാണ് പോകുന്നത്. ബോട്ട് സവാരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടും അങ്ങനെ കായൽ ഭംഗി ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ലൊരു മികച്ച സൗകര്യം ഇവിടെ ഉണ്ട്. പോകുന്ന പോക്കിൽ ഒരു സീസണിൻ്റെ അകത്ത് ആമ്പലും അങ്ങനെയെല്ലാം കണ്ടിട്ടുള്ള നല്ല പിങ്ക് നിറത്തിലുള്ള ആമ്പൽ പൂക്കളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു കാഴ്ച ഒരു സ്ഥലമായത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കായലിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുള്ള മീൻ പിടിച്ച് നമുക്ക് പൊരിച്ച് തരുമോ, ഫ്രഷ് കറികളുണ്ടാക്കി തരുമോ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അതുമുണ്ട്. പിന്നെ വേറെന്തൊക്കെയാ, ഒരു വൈകുന്നേരം 4 മണിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലീൻ്റെ കൂടെ ആണെങ്കിലും വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു, എനിക്ക് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റിലത്തെ ഒരു എക്സ്പീരിയൻസ് ആയത്. ഞാൻ ഇന്ന് വരെ കപ്പിൾസ് ആയിട്ട് അങ്ങനെ എവിടെയും പോയിക്കില്ല. പിന്നെ ഫാമിലീൻ്റെ കൂടെ എവിടെയെങ്കിലും പോക്കുണ്ട്. പക്ഷേങ്കിൽ ഇത് ആദ്യത്തെ ഒരു അനുഭവം. അടിപൊളിയാനും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത്, ഒരു രക്ഷയില്ല. കുട്ടികളുടെ ഡാൻസും പാട്ടും ഫോട്ടോഷൂട്ടും എല്ലാം അവിടെ നടന്നിക്ക്. പക്ഷേങ്കിൽ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ചത്ര ടൈം കിട്ടിയില്ല. അത് നമ്മളിവിടുന്ന് 1 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് അവിടെ 1 മണിക്കൂർ നമുക്ക് പിന്നെ വേറൊരു ബോട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് സമയത്ത് ഇറങ്ങിയാൽ മതി എന്നെല്ലാം പറഞ്ഞിക്ക്. പക്ഷെ പിന്നെ അത് വേണ്ട, ഇനിയിപ്പം നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ
അവിടെ നിന്ന് ഇറങ്ങി അവിടെ ബില്ലാക്കി നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് എല്ലാവരും സ്നാക്സ് കടികളും എല്ലാം കൊണ്ടുവന്നിരിക്കുകയും അപ്പോൾ അതെല്ലാം നല്ല ആസ്വദിച്ച് അതെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഇവിടത്തേക്ക് എന്താ പറയുക പാറപ്പള്ളിയൊക്കെ പിന്നെ അവിടുന്ന് നമ്മൾ പോയത് അത് നമ്മളെ ബോട്ട് പിന്നെ പിന്നെന്തോ പറയാൻ വിചാരിച്ചിട്ട് വിട്ടുപോയി. ഇവിടുന്ന് നമ്മൾ ഏകദേശം ഒരു 5-5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിക്ക്. ഒരു 5 മണിക്ക് ഇറങ്ങേണ്ടത് 2 മണിക്കൂർ പോയിട്ട് നമ്മൾ വരുന്ന സമയത്ത് തന്നെ കുറേ കുണ്ടും കുയ്യും അങ്ങനത്തെ ഉള്ള സ്ഥലത്തെല്ലാം കുടുങ്ങിപ്പോയിക്ക്. പിന്നെ ഒരു ലൊക്കേഷൻ മര്യാദയ്ക്ക് വിട്ടാന്നതിന് ശേഷമാണ് നമ്മൾ ലക്ഷ്യസ്ഥലത്ത് എത്തിയത്. നിങ്ങൾ ആരെങ്കിലും വരുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലമാണ് ഇത്. ബോട്ട് സവാരി 2 നിലയുള്ള ബോട്ടുണ്ട്, സാധാ ബോട്ടുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാ തരം ഫുഡും അവിടുന്ന് ഉണ്ടാക്കിത്തരും എല്ലാം കൊണ്ടും. പക്ഷെ നമുക്ക് കുറച്ചൊരു ടൈമിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് മാത്രം. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരു പ്രാവശ്യം കൂടി വരണം എന്നുണ്ട്. ഇത് ഏകദേശം ആൾക്ക് അറിയായിരിക്കും. കാരണം നമ്മൾ കോഴിക്കോട് നിന്ന് വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പം കാണുന്ന കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു കുളം ഉണ്ടല്ലോ, മറ്റേ മത്സ്യകന്യകളുടെ ആ കുളം. അത് ഞാൻ മത്സ്യകന്യകനെ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ പാറപ്പള്ളി എത്തുമ്പോഴത്തേക്ക് തന്നെ അസർ ഏകദേശം ആവാനായിക്കും. അസർ വിസ്കരിക്കുമ്പോഴത്തേക്ക് മഗ്‌രിബ് ആയി. മഗ്‌രിബ് വിസ്കരിച്ചിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആകാശത്തിൻ്റെ ഭംഗിയെല്ലാം എടുത്ത് പിന്നെ അവിടെ ഒരു വെള്ളമുണ്ട്, കിണറ്റിൽ നിന്ന് പോയിരുന്ന കടലിൻ്റെ നടുവിലുള്ള ആ വെള്ളം കോരി പിന്നെ ആദം നബീൻ്റെ കാലടയാളം അതും ഒന്ന് പിടിച്ച് പിന്നെ കുട്ടിയൊക്കെ വേണ്ട കുറച്ച് സാമഗ്രികളെല്ലാം വാങ്ങി ആ ഒരു ഏകദേശം എല്ലാവരും അസ്ർ നിസ്കരിച്ച് എന്നിട്ട് പിന്നെ മേലെ പോയി യാസീനെല്ലാം ഓതി വന്ന് എന്നിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് നമ്മൾ കുറേ ആളുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീമും കുട്ടികൾക്കെല്ലാം വേണ്ട ഓരോ കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ ബസ് വരുന്നുണ്ട്. ബസ് വന്ന് പിന്നെ നമ്മൾ അതിലേക്ക് കയറി. എവിടെയും പോകുന്നതാണെങ്കിൽ രാവിലെ പോകണം. ഉച്ചയ്ക്ക് ശേഷം ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തല്ലാണ്ട് 1-2 സ്ഥലമൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറക്കുന്ന ഒരു സമയത്തായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയതാണ്. പിന്നെ പെരുന്നാൾ അതുകൊണ്ടൊന്നും എവിടെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ മക്കളെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ ഉമ്മാൻ്റെ വീഡിയോനൊന്നും ആരും ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും തരാത്തത്, എന്തിനാ ഉമ്മ വീഡിയോ ഇടുന്നത്? 5-6 കൊല്ലമായല്ലോ വീഡിയോ ഇടുന്നത്, ഉമ്മക്ക് വേറൊരു പണിയും ഇല്ലേ? അപ്പോൾ നമ്മളിവിടെ എത്തി. വണ്ടി തിരിച്ച് പോകുമ്പം ഭയങ്കര ഒരു സങ്കടം, ഇനി എന്നാ ഒരു ട്രിപ്പ് പോവാന്നുള്ളൊരു സങ്കടം. അപ്പം ഒരിക്കൽ കൂടി ടാറ്റാ ബൈ.